വർഷങ്ങളായുള്ള ചാവക്കാടിന്റെ ആവശ്യമായ ടൗൺ ഹാൾ, നഗരസഭാ ഓഫീസ് സമുച്ചയം, സ്റ്റേഡിയം എന്നിവയ്ക്ക് പ്രഥമ പരിഗണന നൽകുമെന്ന് നഗരസഭാ ചെയർമാൻ എച്ച് അക്ബർ സിസിടിവിയോട് സംസാരിക്കുകയായിരുന്നു ചെയർമാൻ. പ്രതിപക്ഷം ഉൾപ്പെടെ കഴിഞ്ഞ 20 വർഷക്കാലമായി നഗരസഭാ വികസന പോരായ്മയായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ടൗൺ ഹാൾ, സ്റ്റേഡിയം, ഓഫീസ് സമുച്ചയം. ഈ കാര്യങ്ങളിൽ കഴിഞ്ഞ ഭരണസമിതി തുടങ്ങിവെച്ച കാര്യങ്ങൾ പൂർത്തീകരിച്ച് പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ ടൂറിസവുമായി ബന്ധപ്പെട്ട് ചാവക്കാട് ബീച്ച് നവീകരണത്തിനായി സാധ്യമായത് ചെയ്യും. കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രവർത്തനം നടത്തും. ചാവക്കാട് ബീച്ചിൽ മത്സ്യത്തൊഴിലാളികൾക്ക് സൗകര്യം വർദ്ധിപ്പിക്കും. കുടുംബശ്രീ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുവാനുള്ള ശ്രമമുണ്ടാക്കും. ചാവക്കാടിന്റെ വികസനം ആഗ്രഹിക്കുന്ന പ്രവാസികൾ ഉൾപ്പെടെയുള്ളവരുടെ സഹായ സഹകരണം തേടുമെന്നും തന്നിൽ ഏൽപ്പിച്ച ദൌത്യം പൂർണ്ണ വിശ്വസ്തയോടെയും നിഷ്പക്ഷമായും നിർവഹിക്കുമെന്നും ചാവക്കാടിന്റെ വികസനത്തിനായി ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ഈ കൌൺസിൽ നടത്തുമെന്നും ചെയർമാൻ സിസിടിവിയോട് പറഞ്ഞു. കഴിഞ്ഞ ഭരണസമിതി ഒരു ടൗൺ ഹാളിന് വേണ്ടിയിട്ടുള്ള നടപടി ആരംഭിച്ചു. ഒരു കളിസ്ഥലം ചാവക്കാട് ടൗണിലും ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. ടൂറിസ്റ്റുകൾ ധാരാളമായിട്ട് ചാവക്കാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് അവിടെ ഒരുപാട് പരിമിതികൾ ഉണ്ട്. ബീച്ച് മേഖലയിൽ ഗതാഗത പ്രശ്നങ്ങൾ ഇപ്പോഴും നമ്മളെ വീർപ്പുമുട്ടിക്കുന്നുണ്ട്. ഹൈവേ വന്നാൽ ഗതാഗത പ്രശ്നം കൂടാനാണ് സാധ്യത എന്നാണ് വിദഗ്ധർ പറയുന്നത്. കാരണം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കും തൃശ്ശൂരിലേക്കും കിഴക്ക് നിന്നൊക്കെ വരുന്നവർ ഈ മാർഗങ്ങളാണ് എളുപ്പത്തിനായി ഉപയോഗിക്കുക. പ്രതിപക്ഷം എന്ന് പറയുന്ന ഒന്ന് നഗരസഭയിലില്ല, ഭരണസമിതിയാണ്, കൗൺസിലാണ്. ആ കൗൺസിൽ അംഗങ്ങളുടെ ഒറ്റക്കെട്ടായിട്ടുള്ള സഹകരണത്തോടു കൂടി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കണം എന്നാണ് പൊതുവിൽ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്.